ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഫസ്റ്റ് ടൈമാണ് ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. അല്ല, ജർമ്മനി എത്തിയിട്ടാണല്ലോ ഞാൻ ഇതുപോലെ ട്രാവൽ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കിയത്, അതുകൊണ്ടാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമുക്കൊരു ഡേ ഓഫ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് എവിടെയെങ്കിലും പോകാമെന്ന്. കാരണം നമുക്ക് ഈ ലീവ് കിട്ടുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണം, എന്തെങ്കിലുമൊക്കെ കാണണം, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നു. കണ്ട എനിക്ക് വേണ്ടിയിട്ട് നിർത്തി തന്നു കാർ. സോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടുത്തെ ഒരു വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചും പറയാം. യെസ്, ഞങ്ങൾ എന്തിൽ കൂടിയാണ് പോകുന്നത്. ഓക്കെ, രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് നമ്മളൊരു 7 മണിക്ക് അവിടെ എത്തുന്ന രീതിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ 8:30-ക്കാണിപ്പോൾ എത്തിയത്. അങ്ങനെ ഞങ്ങൾ 3 പേരായി. അഭിനന്ദ് ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പം ഞങ്ങൾ സാൽസ്ബർഗിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഡേ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയുടെ ഭയങ്കര നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ജസ്റ്റ് എൻജോയ് ദ ഡേ, ഒന്ന് നമ്മളെ തന്നെ സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ ഇവിടുത്തെ ആൾക്കാർ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. അത് ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ദ റെസ്പെക്ട് ഫോർ ഫയർ ആബൻറ്റ്. സത്യത്തിൽ ഫയർ ആബൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടൈം ആഫ്റ്റർ വർക്ക് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം. അത് ഞാനിവിടെ വരുന്നതിന് മുന്നേ വരെ, ഞാനെന്നല്ല ഇവനൊക്കെ അങ്ങനെ തന്നെയായിരിക്കും, നമ്മളെല്ലാവരും ഇവിടുന്ന് വരുന്നതിന് മുന്നേ വരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ആ വർക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് വരിക. എന്നിട്ട് പിന്നെ അത് ആലോചിച്ചുകൊണ്ടിരിക്കും, എന്താ പറയുക, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ മറന്നുപോയോ. നമ്മൾ ആലോചിക്കുന്നത് മാത്രമല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും ചിലപ്പോൾ അതായിട്ട് നീ അത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട്. അത് ഞാൻ ലൈക്ക് അത് ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ ഒരു ആൾക്കാർ ഇങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നതാണ്. പൊതുവേ ഇവിടെ വെക്കേഷൻസ് ഭയങ്കര പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഈവനിങ് ഒരു വീക്കെൻഡ്സിൽ നമുക്ക് ലീവ് ആണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ വിഷയമൊക്കെ ഷോണസ് ബോഹനഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് നമുക്ക് എന്താ പറയുക, നല്ലൊരു വീക്കെൻഡൊക്കെ അങ്ങനെയൊന്നും ഞാൻ നാട്ടിൽ ഇങ്ങനെ കേട്ടിട്ടില്ല. ഈ വീക്കെൻഡ് എന്നല്ല, നമ്മൾ വർക്ക് കഴിയുമ്പോൾ തന്നെ അവർ ഇപ്പം നമ്മൾ രാവിലത്തെ വർക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമുക്ക് ഫ്രീ ആണെങ്കിൽ അവർ പറയും പിന്നെ എന്താ പറയുക നല്ലൊരു ഈവനിങ് ഉണ്ടാവട്ടെ എന്നൊക്കെ. എല്ലാത്തിനും അവർ നല്ലോണം വിഷയം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. വർക്ക് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളിലും ഇടപെടില്ല, കംപ്ലീറ്റ് ഓഫാണ്. ഞങ്ങൾ ഏകദേശം ഓസ്ട്രിയയിലേക്ക് കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഓൾമോസ്റ്റ് അല്ലേ, അത് നല്ല അടിപൊളിയായിട്ടുള്ള സീനറി കാണാനുണ്ട്. കാരണം ഓസ്ട്രിയ ഭയങ്കര അടിപൊളി, ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. ഹേ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ സാൽസ്ബർഗിലെത്തി. സാൽസ്ബർഗ് ഇപ്പോൾ ഹൗട്ട്ബാനോഫിലാണുള്ളത്. സാൽസ്ബർഗ് ഹൗട്ട്ബാനോഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൽസ്ബർഗ് സെൻട്രൽ സ്റ്റേഷൻ എന്നാണ്. എന്തായാലും ഇവിടുത്തെ പ്രാവുകൾക്ക് പോലും ഒരു പേടിയില്ല. നമ്മള് സാധാരണ അടുത്ത് നിന്ന് കഴിഞ്ഞാല് പ്രാവുകളെല്ലാം നമ്മുടെ അടുത്തുനിന്ന് പോകുന്നതാണ് കാണുന്നത്. ഇത് മറ്റു സ്ഥലത്തു നിന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് വരിക ചെയ്യും. കൊള്ളാട്ടോ സെറ്റപ്പ്. സോ ഗൈസ്, ഞങ്ങളിപ്പം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടെയായിരുന്നു, മാരബിൾ ഗാർഡൻസിലേക്കാണ്. പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളെ കൊണ്ടുപോകുന്നതാ അഭിനന്ദാണ്. എവിടേക്കൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും പോയി നോക്കാം. സോ ഗൈസ്, നമ്മൾ ഇപ്പം മിറബിൾ ഗാർഡൻസിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും മിറബിൾ എന്നാണ് കേട്ടോ, ഞാൻ നേരത്തെ ഏതോ പറഞ്ഞപ്പോൾ മരബിൾ എന്ന് അങ്ങനെ എന്താണ് പറഞ്ഞത്, സോറി. അപ്പം മിറബിൾ ഗാർഡൻസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഓസ്ട്രിയയിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് തോന്നിയത് അല്ലേ.
നീ എന്താ പറയുന്നേ? ഇവിടെ എന്തോ ആക്കി പറയുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ജർമ്മനി ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ്. ഇതാണ് മിറബൽ ഗാർഡൻസ്. സാൽസ്ബർഗിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ബാരോക്ക് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ പെഗാസസ് ഫൗണ്ടനും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ പാറ്റേൺസുമാണ്. ഞങ്ങൾ ഈ കയറിയിരിക്കുന്ന മരത്തിൻ്റെ പേരാണ് മഗ്നോലിയ. ഏർലി സ്പ്രിങ്ങിലാണ് മഗ്നോലിയാസ് ബ്ലൂം ചെയ്യാറ്. ആൻഡ് ദിസ് ട്രീ ബ്ലൂംസ് വിത്ത് ഹ്യൂജ് സോഫ്റ്റ് പിങ്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ്. കുറേ കൾച്ചേഴ്സിൽ ഇത് സിംബലൈസ് ചെയ്യുന്നത് പ്യൂരിറ്റി, ഡിഗ്നിറ്റി, കാംനെസ് ഒക്കെയാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവാണ്. കുറേ നേരം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. നല്ല രസം, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ മരത്തിന്റെ മേളിലൊക്കെ കയറി നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞങ്ങൾ വീണ് പഠിക്കുമായിരുന്നു. പിന്നെ മോസാർട്ട്സിന്റെ വോൺ ഹൗസ് ഉണ്ട്. അതായത് മോസാർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു മ്യൂസിക് കമ്പോസറും ഭയങ്കര ഒരു മ്യൂസീഷ്യനൊക്കെ ആയിരുന്നു. അപ്പം പുള്ളീന്റെ ബർത്ത് പ്ലേസ് ആണ് സാൽസ്ബർഗ് എന്ന് പറയുന്നത്. അപ്പം പുള്ളി ജീവിച്ചിരുന്ന പുള്ളിന്റെ വീടാണ് ഇതിന്റെ സൈഡിൽ തന്നെ ഉള്ളത്. ഇപ്പൊ അത് നമുക്കൊക്കെ ഇങ്ങനെ കയറി കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് ഫോട്ടോ വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ കണ്ടില്ല. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പറക്കി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോകുന്നത് മോസാർട്ടിൻ്റെ വോൺ ഹൗസിലേക്കാണ്. വോൾഫ്ഗാങ് അമേരിയസ് മോസാർട്ട് എന്നാണ് ഈ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മ്യൂസിഷ്യൻ്റെ പേര്. ഇതിപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മോസാർട്ടിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, കമ്പോസിഷൻസ്, ലെറ്റേഴ്സ് ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. For music lovers, this place is your dream because you are literally standing where history was made. ഞങ്ങൾ ഈ തിരക്കിട്ട് പോകുന്ന ഇവിടെ അടുത്ത ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് മക്കാർട്ട് സ്റ്റേക്ക് ബ്രിഡ്ജ്. സാൽസ്ബുർഗിലെ സാൽസ റിവറിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു മോഡേൺ പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ് ഇത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ലവ് ലോക്സ് ആണ്. പല സ്ഥലത്തു നിന്നുള്ള കപ്പിൾസ് ഇവിടെ വന്നിട്ട് ഈ പാഡ്ലോക്സിൽ അവരുടെ പേരെഴുതി ബ്രിഡ്ജിന് ലോക്ക് ചെയ്തിട്ട് ആ കീ ആ റിവറിലോട്ട് എറിയും. ഇതൊക്കെ ജോയിന്റ് ഇൻ മാരേജ്. ഇതെന്ത് ഇത് ഏതത്തെ 1971 ഇങ്ങനെ കുറേ ലോക്ക് ഉണ്ട് ഗൈസ്. മമ്മി ഇത് മൊത്തം ലോക്കാ. മൊത്തത്തിൽ ലോക്കാന്നാണോ? പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ മിഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സാൽസ്ബർഗിൻ്റെ ഓൾ ടൗണിൻ്റെ ഫോർട്രസിൻ്റെ ഒക്കെ ഒരു അടിപൊളി വ്യൂ കിട്ടും. ഈ സാൽസ്ബർഗ് പോലത്തെ ഭയങ്കര ബിസി ആയിട്ടുള്ള സിറ്റിയിലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഇതുപോലെ കാണാൻ പറ്റും. ഫുൾ ഓഫ് സ്റ്റോറീസ്, സിമ്പിൾസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ട്രഡീഷൻസ്. ഐ ലവ് അഭിനന്ദ് എല്ലാവരുടെയും ഫോട്ടോഗ്രാഫർ ആയിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടു. അഭിനന്ദിന്റെ ഫോട്ടോഗ്രാഫി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കർണാടക. ഓക്കെ, ഞങ്ങളൊരു ഇന്ത്യൻസിനെ പരിചയപ്പെട്ടു ഗൈസ്. കർണാടക. താങ്ക് യു. ഓക്കെ, അവര് കർണാടക നൈബേഴ്സാണ്. ഇവിടെ പക്ഷെ ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ കുറേ സമ്മറിന് പറ്റിയ സ്ഥലമാണല്ലേ. പക്ഷെ വെയില് വന്ന് ചാവുന്നേ ഉള്ളൂ. സമ്മറിന് പറ്റിയ സ്ഥലം. ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ ഇങ്ങനെ എന്താ പറയുക, സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് എന്താ പറയുക ടാൻ ആവണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാ. അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലമാണ്. എന്റെയൊക്കെ അവസ്ഥ എന്താവോ എന്തോ. തിരിച്ചു പോകുമ്പോ ഞങ്ങൾ ഇതേപോലെ പോയാൽ മതിയായിരുന്നു. ഇപ്പൊ എന്റെ ഒരു സൈക്കിൾ ഉന്തിട്ടേ. നമ്മൾ ഓൾഡ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയും ആൾക്കാർ ഇതിൽ കൂടെ പോയിട്ട് പോലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിറ്റി കീപ്പ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഒരുപാട് ബ്രാൻഡിൻ്റെ കടകളുണ്ട്. കാണിച്ചിടാം. ഇവിടെയാണ് സിറ്റിയുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. നാരോ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സും സെഞ്ച്വറീസ് പഴക്കമുള്ള ഈ ബിൽഡിങ്സും അതുപോലെ തന്നെ ഹിഡൻ കോർട്ട്യാർഡ്സ് എല്ലാം കാണുമ്പം ലൈക്ക് ഓരോ കോർണറിലും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റോറി ബുക്ക് പോലെയാണ്. ഈ ഒരു ഏരിയയ്ക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മോസാർട്ട് ഈ ഒരു ഇതിലൂടെയാണ് നടന്നു പോയിട്ടുള്ളത്. കിങ്സും ബിഷപ്സും ഒക്കെ റൂൾ ചെയ്തതും ഇവിടെ നിന്നാണ്.
ആൻഡ് യു നോ വാട്ട് ഐ ലവ് മോസ്റ്റ്, അതായത് ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ടും എന്തൊരു ക്വയറ്റാണെന്നറിയോ ഇവിടെ. ഇതിലൂടെ നടക്കുമ്പോൾ എങ്ങനെയുണ്ട് ജോസ്ന? നെറ്റ്സിൽ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോഹൻ സാൽസ്ബുർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ ഇതിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു ജംഗ്ഷനിലെത്തി. ലൈക്ക് ഇവിടെ നമുക്ക് മ്യൂസിയം അതുപോലെ തന്നെ സാൽസ്ബുർഗ് സോവനിയർ ഒക്കെ കിട്ടുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. സോ അവിടെ നിന്ന് ഞങ്ങൾ നല്ലൊരു ഫോട്ടോ കിട്ടുന്ന സ്ഥലമായിട്ട് സാരമില്ലടാ, ഇതൊക്കെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത. ഓ സത്യം പറഞ്ഞാൽ അടിപൊളി. ഒരു മിനിറ്റ് ഭയങ്കര അടിപൊളി ദിവസമാണ്. ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് ലൈക്ക് സത്യത്തിലൊരു ശരിക്കും നമ്മൾ ഇങ്ങനെ തിരക്കിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു, അങ്ങനെ അതൊന്നും ഒരു മാറി എപ്പോഴും നമുക്കിങ്ങനെ ലീവ് കിട്ടുമ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് ഭയങ്കര അടിപൊളിയാണ്. സത്യമായിട്ടും എനിക്ക് അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്.
ഇപ്പൊ നമ്മള് സാൽസ്ബുർഗിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവാണ്. ഇതിന്റെ പേര് എന്ന് പറയുന്നത് ഫെസ്റ്റിംഗ്സ്ബർഗ് ഹോഹൻ സാൽസ്ബുർഗ് എന്നാണ്. സോ ഇതിന് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഫെസ്റ്റിംഗ്സ്ബാൻ ഉണ്ട്, നമുക്ക് ഒരു വണ്ടിയിൽ കയറിയിട്ട് എന്താ പറയുക മേളിൽ ടോപ്പിൽ പോയത് ഭയങ്കര ഹൈറ്റ് ആണ്. അപ്പോൾ ടോപ്പിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെ മേളിലേക്ക് പോകാൻ പറ്റും. ഞങ്ങൾ കുറേ നേരം ആലോചിച്ചു വണ്ടിയിൽ പോകണോ ഇതിൽ പോകണോ. പിന്നെ ഇതിൽ കുറേ ഇപ്പോൾ ഇവിടെ തന്നെ ആൾക്കാരൊക്കെ കുറേ പേര് ഇതിലൂടെ കൂളായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ അഭിനന്ദ അറിയുന്ന അഭിനന്ദിന് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകണം എന്നാണ്. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നടന്ന് ഞങ്ങൾ പോവുകയാണ് ഇതിൻ്റെ മേളിൽ. ഞങ്ങൾക്ക് അറിയില്ല എവിടെ വരെ പോകാൻ പറ്റുന്നത്, പക്ഷെ നമ്മൾ പോവുകയാണ്. ഓക്കെ എന്താ ചോദിച്ചത് നിനക്കൊരു ഉഷാറില്ലാത്ത പോലെ അവിടെ എനർജി, അതെ അവിടെ അധികം സംസാരിച്ച എനർജി എന്താ പറയുക കളയുന്നില്ല. ഓക്കെ നമുക്ക് ജർമ്മൻസ് കാണാണ്ടിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഇവന്മാരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും എപ്പോഴും ട്രക്ക് കളിക്ക് ഒരു സുഖം ഉണ്ടാവില്ല എന്നാണ്. അതായത് അവര് ഭയങ്കര കൂളായിട്ടാണ് കയറി പോകുന്നത്. നമുക്ക് നോക്കാം നമ്മളും എത്ര കൂളായിട്ട് കയറി പോകാൻ പറ്റും. ഇപ്പൊ തന്നെ മതിയായിട്ട് നമുക്ക് പോകാൻ കാണിച്ചത് കണ്ടോ. ഇതാണ് ആ പറഞ്ഞ ഫെസ്റ്റിംഗ്സ്ബാൻ. ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് മേളിലേക്ക് പോവാം. അപ്പൊ ഞങ്ങളൊരു പകുതിയല്ല ഒരു കാൽ വഴിയിലെത്തി. കാലൊന്നും ആയിട്ടില്ലേ തുടങ്ങിയിട്ടുള്ളൂ. കൊറേ നടന്ന പോലെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം മേളിലെത്തി. കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾക്ക് സ്റ്റാമിനയൊക്കെ ഉണ്ട്. ഈ ബാക്കിൽ കാണുന്നതാണ് ഇതിന്റെ എൻട്രൻസ്. എന്നാണ് എൻ്റെ ഞങ്ങളുടെ ഒരു ധാരണ. സോ ഗൈസ് നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം സാൽസ്ബുർഗിൻ്റെ ഏറ്റവും ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇത്രയും നടന്ന് എത്തിയിരിക്കുന്ന സ്ഥലമാണ് ഹോഹൻ സാൽസ്ബുർഗ് ഫോർട്രസ്. യൂറോപ്പിലെ ഏറ്റവും വലിയ മോസ്റ്റ് വെൽ പ്രിസർവ്ഡ് മെഡീവൽ കാസിൽസ് ആണിത്. ഇത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ സാൽസ്ബുർഗിൻ്റെ ഒരു ക്രൗൺ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള സിറ്റി വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ബ്രെത്ത് ടേക്കിംഗ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ സിറ്റിയിലേക്ക് നോക്കുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൈം കുറച്ച് നേരം പോസ് ചെയ്ത പോലെ ഫീൽ ചെയ്യും. ശരിക്കും ആ വ്യൂ ഞാൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, നമുക്കത് കാണാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ നേരെ കയറി ചെല്ലുന്നത് ഇതിൻ്റെ ഒരു നടുക്കായിട്ടുള്ളൊരു സ്ഥലം പോലെയാണ്. ഇവിടെ കുറേ ഹൗസസ് കാണാം, ലൈക്ക് മ്യൂസിയം, മെഡീവൽ റൂംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ശരിക്കും ഇത് ബിൽഡ് ചെയ്തത് 900 ഇയേഴ്സിന് മുമ്പാണ്, അതായത് 1077. മെയിൻലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ടു പ്രൊട്ടക്ട് ദ സിറ്റി ആൻഡ് ഇറ്റ്സ് ആർച്ച് ബിഷപ്സ്. ശരിക്കും സാൽസ്ബുർഗ് റൂൾ ചെയ്തിരുന്നത് കിങ്സ് അല്ല, പ്രിൻസ് ആർച്ച് ബിഷപ്സ് ആയിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിലീജിയസ് പവറിനും പൊളിറ്റിക്കൽ കൺട്രോളിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻലി ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തുള്ള കാസൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാസൽ എന്ന് പറയുന്നത് അവരുടെ ഒരു സേഫ് പ്ലേസ് ആണ്. എ മിക്സ് ഓഫ് പാലസ്, പിന്നെ ആർമി ബേസ്, അതുപോലെ പ്രിസൺ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ കാസൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്, ഇത് ഒരിക്കലും ഈ എനിമീസ് ക്യാപ്ചർ ചെയ്യാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇറ്റ്സ് കൺസിഡർഡ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് കാസൽസ് ഇൻ യൂറോപ്പ്. ഇവിടെ ഒരു കുഞ്ഞു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ അന്നത്തെ കാലത്ത് ഈ പട്ടാളക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റും അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങും അവരുടെ വാളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഷോയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ആ സിറ്റി വ്യൂ കാണാനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനിങ്ങനെ ആ ക്യാമറ ആയിട്ട് അവിടേക്ക് എത്തുമ്പോൾ ലൈക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഇത്രയും അടിപൊളിയാണ്. നമുക്ക് ഹോൾ സാൽസ്ബുർഗ് കാണാൻ പറ്റും. എന്ത് രസമല്ലേ, ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഒരു അവിടെ നിന്ന് കാണുമ്പോൾ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ. ഞങ്ങളിങ്ങനെ ഫൈനലി ഇതിൻ്റെ ടോപ്പിൽ വന്നിരിക്കുകയാണ്. സോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ടോപ്പ്. ഇത് ഇവിടെ കണ്ടോ, ബാക്കിൽ ഫുള്ള് കംപ്ലീറ്റ് സാൽസ്ബുർഗ് ആണ്. ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര അടിപൊളിയായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടുള്ള, മീൻസ് അങ്ങനെ അധികം പ്ലാൻ ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ലീവ്, ഒരു ഓഫ് ഡേയിൽ വന്നതാണ്. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ഒരു റിലാക്സിങ് ആയിരുന്നു മനസ്സിന്. അതെ ലൊക്കേഷൻസ് വരെ നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ നോക്കി പോകുന്ന ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.
വല്ലാത്ത adventure. എല്ലാവരും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സമയം ഫോളോ ചെയ്യണം. ലൈക്ക് ഈ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത, നമ്മുടെ വെക്കേഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ലൈക്ക് അവർ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അവർ പറയുന്നത് വെക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് വെക്കേഷൻ സമയമാണ്. അതിന് നമ്മളിങ്ങനെ വെറുതെ പിന്നെ നമ്മുടെ ജോലിയുടെ കാര്യം, വീട്ടിലെ കാര്യം അങ്ങനെയൊക്കെ ആലോചിച്ച് നടക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അതുപോലെ എന്താ പറയുക, നമ്മൾ ഒരു സ്ഥലം കാണാൻ വരുന്നു അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രസൻറ്റിൽ ജീവിക്കുക, ബാക്കി എല്ലാം കളയുക. കേട്ടോ? അതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ, സബ്സ്ക്രൈബ്. See you all in next video. Bye.